ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, 2026 മെഡിക്കൽ കോഴ്സുകൾ ആഫ്റ്റർ +2 പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സോ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. ഒരുപക്ഷെ നിങ്ങൾ നീറ്റ് എഴുതിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ കീം വഴി B.Pharm അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ ഈ കാണുന്ന MBBS ഫാർമസിയും മാത്രമല്ല, മെഡിക്കൽ റിലേറ്റഡ് ഒരുപാട് കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ ആയിട്ട് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് BSc തന്നെ ചെയ്യാം. സോ അതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഓപ്ഷൻസ് ഞാൻ തരാം. ഇതിൽ സെപ്പറേറ്റ് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയാം. അതോടൊപ്പം നമ്മുടെ താഴെ ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയർ, ക്യാമ്പസ് വിസിറ്റുകൾ, മറ്റ് സ്കോളർഷിപ്പ് അവൈലബിൾ, ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉറപ്പാണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. സോ പഠിക്കേണ്ട. എന്തെങ്കിലും സംശയം കോളേജ് സെലക്ഷനോ അല്ലെങ്കിൽ കോഴ്സ് സെലക്ഷനോ ഒക്കെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ഡയറക്റ്റ് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സാധാരണ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നീറ്റ് എഴുതിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെങ്കിൽ കീമിലേക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് അതിലെ ഓപ്ഷൻസ് എന്ന് നോക്കാം. മെയിൻ ഓപ്ഷൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഡോക്ടർ MBBS. അതവിടെ നിൽക്കട്ടെ. എല്ലാവരും ഈ പറയുന്ന പോലെ നീറ്റ് നല്ല മാർക്ക് മേടിച്ച് ഉയർന്ന കോളേജുകളിൽ തന്നെ അതിന് MBBS കിട്ടണമെന്നില്ല. അല്ലാതെയുള്ള കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് BSc നഴ്സിംഗ് ആണ്. കേരളത്തിനകത്തും പുറത്തും പല കോളേജുകളിലും ഇപ്പോൾ തന്നെ അഡ്മിഷൻ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് BSc നഴ്സിംഗിനെ സംബന്ധിച്ച്. സോ മെഡിക്കൽ സീറ്റുകൾ നന്നായിട്ട് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു അഫോർഡബിൾ റേറ്റിൽ ഹൈ ക്വാളിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരും മെസ്സേജ് അയക്കാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ ബാച്ചിലർ ഓഫ് ഫാർമസി ആണ് അല്ലേ, B.Pharm. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് കീം എഴുതി അതിന്റെ ഹയർ റാങ്ക് വെച്ച് നിങ്ങളുടെ കേരളത്തിലെ മെയിൻ കോളേജുകളിൽ പഠിക്കാം. അല്ല എങ്കിൽ B.Pharmലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റിലും പഠിക്കാം എന്നുള്ളതാണ്. ഇനി BPT വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കോഴ്സാണ്. അതായത് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPTയും നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഇപ്പോൾ മെഡിക്കൽ അലൈഡ് ആയിട്ട് പല യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ കേരളത്തിനകത്തായിക്കോട്ടെ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡെന്റൽ സർജറി BDS മറ്റൊരു എമർജിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. 2026 കൂടുതൽ പേരും പോകുന്ന ഒരു മോഡേൺ കോഴ്സാണ് BDS. ദെൻ BOT പലരും കേട്ടിട്ടുണ്ടാവും, പലരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. ഒക്യുപേഷണൽ തെറാപ്പിയാണ്, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഇതിൻ്റെയും ജോലി സാധ്യതകൾ ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ഫീൽഡിലൊക്കെ കൂടുതൽ ടെക്നോളജികൾ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ലേബർ വർക്കിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളും അതിന്റെ സ്കോപ്പും ഡിമാൻഡും ഒക്കെ ഹൈ ആണ് ഇപ്പോൾ. ദെൻ BAMS മീൻസ് ആയുർവേദ കോഴ്സാണ്. ദെൻ അലൈഡ് കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് കോളേജ് ഓപ്ഷനുകളും കോഴ്സ് ഡീറ്റെയിൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. BSc AT എന്ന് വെച്ചാൽ അനസ്തേഷ്യ ടെക്നോളജിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ MLT ഒരു നോർമൽ ആയിട്ടുള്ള കോഴ്സാണ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഓക്കെ, സോ MIT നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ MLT മെഡിക്കൽ ലാബ് ടെക്നോളജി. അപ്പോൾ രണ്ടിനും ഇപ്പോൾ MIT കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ട് കുറച്ചുകൂടി കരിയർ ഓറിയന്റഡ് കോഴ്സാണെന്ന് പറയാം. MLT കുറച്ചുകൂടി വൈഡായിട്ട് ആൾക്കാരെ എടുക്കുന്നുണ്ട്. സോ MITയിലേക്ക് കടന്നു വന്നിരുന്നവർ കുറച്ച് കുറവാണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മറ്റേത് മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. ദെൻ BSc RDT മീൻസ് റേഡിയോളജി BSc ചെയ്യാൻ താല്പര്യമുള്ള. പക്ഷേ ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റൊരു BSc എടുക്കുന്ന പോലെ അല്ല. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പല ലാബുകളിലേക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും പല മേഖലയിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ജോബിലേക്ക് കയറാൻ, അത് അബ്രോഡ് ആണെങ്കിൽ പോലും ജോലി സാധ്യതകളുള്ള കോഴ്സുകളാണ്. ഓക്കെ, ദെൻ BSc PCT. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ അബ്രോഡ് ജോബ്, ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ അബുദാബി UAE മാത്രമല്ല, മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ഉൾപ്പെടെ സ്കോപ്പുകളുള്ള കോഴ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. സോ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കോളേജിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.